അല്ല എന്തെങ്കിലും ചോദിച്ചാ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കോ? എന്റെ ജോലിയാണ് ഇതുണ്ടല്ലോ, അതായത് തോക്ക് വെച്ചിട്ട് സീൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഏകദേശം ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ തീം കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്ന കാര്യമുണ്ടല്ലോ, എന്തായാലും അല്ല ഞാൻ ആദ്യത്തെ ദിവസം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തേക്കാളും കുറച്ചും കൂടെ റൈറ്റ്. ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട എനിക്ക് പേടിയാ, എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പം ശ്യാമേട്ട എന്നോട് പറഞ്ഞ എന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ മതി, ബാക്കി 50% ഞാനാ ചെയ്യുന്നത്, അപ്പം നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പം അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോൾ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഹലോ നിയാസ്. ഒരു ക്ലാഷ് ഉണ്ട്. നിയാസ് പറയട്ടെ. പൊന്നൂസിന് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ ഇതിനകത്ത് മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയപ്പോഴാണ് വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നിട്ട് എടുക്കുകയും സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനതിനൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും ഈ മൂവി ഇത്രയും ഒരു ലെവലിൽ ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രി വൺസ് എഫേർട്ട്, ആക്ടേഴ്സിൻ്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതിൽ ആഷിഖ് കപൂറിൻ്റെ ക്യാമറയും ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത രീതിയും പിന്നെ ഷ്യാമും മറ്റുള്ളവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിൻ്റെയും ഡയലോഗ്സൊക്കെ സൂപ്പർബായിരിക്കുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രിവെയർ ഇസ് സോ ഫാൻറ്റാസ്റ്റിക്. എല്ലാവർക്കും ഈ പടത്തെക്കുറിച്ചൊരു ഹൈ എൻഡ് അഭിപ്രായമാണ്. ആൻഡ് വി ഹോപ്പ് ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദ ലെവൽ. ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് അസ്. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിൻ്റെ കൂടെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിനു മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെല്ലാം തീർക്കണം. താങ്ക് യു സോ മച്ച്. സെന്ന ഹെഗ്ഡെ, തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ in my life ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I had no aspiration. Even today, like ഈ പടം കഴിഞ്ഞിട്ടും ഇനി ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവണ്ട. So I think the casting director called me. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് ഇങ്ങനത്തെ കോൾ വരാറുണ്ട്. എൻ്റെ സിനിമയിൽ ഈ കാസർഗോഡ് ഭാഗത്ത് ഞാൻ most of my movies are based there. So വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. So when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു പുള്ളി. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started. അപ്പോൾ ഇതിൻ്റെ മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ.
then he started dropping names. Appulan then the greedy side of my mind started working. You know? So basically, I'm here because of greed. You know, because nobody wants to lose an opportunity to work with these names and the bigger names who are not on the stage today. So yeah, I mean, ഞാനൊരു 4 ദിവസത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചത് ഇവിടെ for the shoot. Yeah, so I met Vishnu will tell the story. ഫസ്റ്റ് ദിവസം വന്നിട്ട് സെന ബ്രോ ഇതേപോലെ പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട, നാളെ ആദ്യത്തെ ഷോട്ട് വെച്ചിട്ട് മിക്കവാറും ഞാൻ മുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്നും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതും താൻ ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. പക്ഷേ പതുക്കെ അഭിനയിച്ച് വന്നപ്പോൾ ഫസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ കൊല്ലുന്നത് ഞാനാ. അതൊരു ആശ്വാസമായിരുന്നു. So yeah, I mean, so 4 ദിവസത്തേക്ക് വന്നതാ. I think I stayed because I was part of the entire family of. I mean, I start with Suraj, and then I finish with Kashyap. So, and Suraj and me were the first friends. നമ്മളെ അടുത്തടുത്ത room ആയിരുന്നു. So I was so nervous, and it was his first time. So I told him take extra 5 push-ups for me. So that gives me extra confidence. So yeah, it's a wonderful opportunity, and yeah, I'm really grateful. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിരൺ പീതാംബരൻ. ഞാൻ ഇതിനകത്ത് റൈഫിൾ ക്ലബ്ബിൽ രാപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് ഓൾ ദിസ് വൈബ്രൻറ്റ് ടീം. ഞാൻ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം മിലിന്ദാണ് വിളിക്കുന്നത്, മിലിന്ദും ബിബിനും കൂടെ. എനിക്ക് തോന്നുന്നു പടം തുടങ്ങുന്നതിന് 2-3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും ആണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ, ഒരു സാഹചര്യം കിട്ടുന്നത്. സോ വെരി ഗ്രേറ്റ്ഫുൾ. പടം നല്ല അഭിപ്രായം വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ക്രിസ്മസിന് ഒരു വമ്പിച്ച വിജയമാവട്ടെ. പടം ആൾക്കാർ മനസ്സിലായിട്ടെ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അതിപ്പോൾ ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ച് പേടി കൂടുതലാണ്. കാരണം ആസ് എൻ ആക്ടർ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണം ഇങ്ങനെ. ആൻഡ് ഈ സിനിമയിൽ ആക്ച്വലി എന്നെ കാസ്റ്റ് ചെയ്തതും മിലിന്ദ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഹിം. പുള്ളിയാണ് ആദ്യം എന്നെ ഓഡീഷൻ ചെയ്തതും അതിനുശേഷം ആഷിക്കായിട്ട് എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യമേ കേട്ടത്. ഇതിൻ്റെ കാസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും സൂപ്പർ സീനിയർ ആക്ടേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെയാണ് കൂടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത്. സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെറിയൊരു തല കാണുമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഐ എം സോ ഹാപ്പി. നേരത്തെ ഇവിടെ ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുത്ത പോലെ എനിക്കും കൃത്യമായിട്ട് ആഷിക്കേട്ടനും ശ്യാമേട്ടനും എല്ലാവരും കൂടി കൃത്യമായിട്ടൊരു ക്യാരക്ടർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവ്നി. ഇതിനകത്ത് നാദിയ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ മിലിന്ദാട്ടനാണ്. എനിക്ക് മൂന്ന് ദിവസം മുമ്പായിരുന്നു കോള് വരുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന്. വിളിച്ചിട്ട് ഓക്കെ ആഷിഖ് അബു സാറിൻ്റെ മൂവിയാണ്, വിത്തിൻ 3 days പൂജ തുടങ്ങും, ഷൂട്ട് തുടങ്ങും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഈച്ച് ഡേ ഷൂട്ടിങ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും ഈ മൂവിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എല്ലാവർക്കും പടം ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.